നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട്ടിലെ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഒരു ദൃശ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ടു. ഒരു കുട്ടി തൻ്റെ മൊബൈൽ ഫോൺ വിട്ടുകിട്ടുന്നതിനായി പ്രധാന അധ്യാപകനെ വെല്ലുവിളിക്കുകയാണ്. ഇതൊക്കെ ഒരു ആരോഗ്യപരമായ സ്കൂൾ അന്തരീക്ഷത്തിന് യോജിക്കുന്നതാണോ എന്ന് കേരളം ചർച്ച ചെയ്തു. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിൽ രക്ഷിതാക്കളാണോ യഥാർത്ഥ കുറ്റവാളികൾ, അധ്യാപകരാണോ തെറ്റുകാർ, അതോ മാറേണ്ടത് വിദ്യാർത്ഥികളാണോ എന്ന ഒരു വിഷയമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദി ആരംഭിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കായി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുവേദിയുടെ പ്രേക്ഷകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നത് കണക്കുകൾ നിരത്തി തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇതിൽ നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമയം വർദ്ധിപ്പിച്ചത്. പക്ഷേ എന്നിട്ടും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോൺ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം എല്ലാ ദിവസവും ഫോൺ ഒരാൾ ചെയ്യുമ്പോൾ 5 മിനിറ്റ് അയാൾക്ക് കൊടുക്കണം എന്ന് വാശി പിടിച്ചാൽ നമുക്കാകെയുള്ള 1 മണിക്കൂറിൽ ഒരു മാക്സിമം ഒരു 20 ആളുടെ ഫോണെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫോൺ കിട്ടുന്നില്ല എന്ന വിഷമമുള്ള ആളുകൾ ദയവായി യൂട്യൂബിൽ വരികയും യൂട്യൂബിൽ അവരുടെ കമൻ്റ് ഇട്ടാൽ അത് പരമാവധി വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന നയമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ഫോണിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ പൊതുവേദിയോട് പിണങ്ങിപ്പോകുന്ന നിലപാട് ഉപേക്ഷിക്കണം എന്ന് വ്യക്തമാക്കുന്നു. ആദ്യം സന്തോഷാണ്. സന്തോഷ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. സന്തോഷിന് ഈ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നത്? ഹലോ, യെസ്, കേൾക്കാം, പറയൂ. സാറിന്റെ ഷർട്ട് പച്ച പിടിച്ച് ന്യൂസ് 18 പച്ചമയം പിടിച്ചു എന്നല്ലേ നേരത്തെ സാറ് പറഞ്ഞത്? അത് കേട്ടിരുന്നു. അത് ഞാൻ ഈ PCR ആളുകളോട് ചോദിക്കായിരുന്നു, എന്റെ ഈ പച്ച ഷർട്ട് വല്ലാതെ മാറി നിൽക്കുന്നുണ്ട്. എന്റെ കോൾ അവിടെ കണക്ട് ആയതുകൊണ്ട് ഞാനത് കേട്ടിരുന്നു. അവിടെ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ ഇന്നലെ സാറാ രഘുനന്ദൻ ചേട്ടന്റെ ആ ഇതില് ഞാൻ വിളിച്ചതിന് ശേഷം, ആ കോള് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അത് ദുഃഖവാർത്ത അറിഞ്ഞത് അല്ലേ? ആ ദുഃഖവാർത്ത അറിഞ്ഞ് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കാരണം ഈ പൊതുവേദി വന്നതിൽ പിന്നെ ഈ പ്രേക്ഷകരിൽ ആരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മളൊരു കുടുംബം പോലെയാണ്. ഒരു സൗഹാർദ്ദം, ഒരു കുടുംബാന്തരീക്ഷം നമുക്കിടയിലുണ്ട്. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കിട്ടുന്ന ഒരു ഇതല്ല, ഈ ഫീലിങ്സ് അല്ല ഇതിൽ വരുന്നത്. നമ്മളൊരു കുടുംബം പോലെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, ആശയപരമായി പല ഇതുകൾ വ്യത്യസ്തതകളുള്ളതുകൊണ്ട് നമുക്ക് തർക്കിക്കാം. പക്ഷെ തർക്കിച്ചാലും നമ്മളെ ഒരാള് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവരുടെ സങ്കടം കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, നമ്മളൊരു കുടുംബം ആയതുകൊണ്ട്. ഇവരെ എന്താ കാണാത്തെന്ന് നമ്മൾ തോന്നുന്നു അല്ലേ? ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിക്കുന്ന ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. അവർക്ക് കുറെ നാളായി ഇപ്പം കേൾക്കുന്നേ ഇല്ല. അതെ, പല ആളുകളും എനിക്കൊന്നും കിട്ടാത്ത കൊണ്ടായിരിക്കും പല ആളുകളും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊന്നും വിളിക്കുന്നില്ല. എല്ലാവരും ഒന്നും കിട്ടാത്തോണ്ടായിരിക്കും. നമ്മളിപ്പോ 3:50 തൊട്ട് നമ്മൾ തുടങ്ങുന്നയാ. ശരി, ഇടതടവില്ലാതെ. പിന്നെ ഇതിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് രക്ഷിതാക്കൾ തന്നെയാണ് കുറ്റക്കാര്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് സ്കൂളിൽ പോകുമ്പോ ആ അധ്യാപകർ പേടിയുണ്ട്. അവരൊരു നോട്ടം നോക്കിയാൽ അവരൊരു ചൂരൽ കണ്ടാൽ മതി. ഇന്ന് ചൂരലും കൊണ്ട് അങ്ങോട്ട് പോയ നാളെ ആ അധ്യാപകൻ സ്റ്റേഷനിലാണ്, കേസാണ്. തല്ലെന്ന സാറേ, തല്ലെന്ന കാര്യമല്ല പറഞ്ഞത്. ഒന്ന് ഈ കുട്ടികളെ അധ്യാപകരെ കുറച്ച് ഭയം വേണം, ഗുരുക്കരെ കുറച്ച് ഭയം വേണം. അപ്പൊ നമ്മളെയൊക്കെ കാലത്ത് പഠിക്കുന്ന കാലത്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ ബെഞ്ചിൽ ഒറ്റക്കാലിൽ നിർത്തുന്ന സമയമൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ ഇനി ചെയ്യാൻ പറ്റുമോ? കാലമൊക്കെ മാറിയില്ലേ? ഇനി ഒറ്റക്കാലിൽ കുട്ടിയെ നിർത്തിയാൽ വലിയ വിഷയമില്ലേ? കാലം മാറി. അതാ ഞാൻ പറഞ്ഞത്. അന്നത്തെ പോലെ ഇന്നാണെങ്കിൽ ഈ രക്ഷിതാക്കൾ ആ മാഷന്മാരെ എവിടെ കൊണ്ട് എത്തിക്കുന്നറിയാം. ഈ രക്ഷിതാക്കളാണ് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഫോൺ സ്കൂൾ കൊണ്ടുപോകേണ്ട യാതൊരു. ഞാനൊരു ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. സന്തോഷം എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കും? ഞാനോ? ഞാൻ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അത് ശരി. അപ്പൊ പറയാം. അതാണ് ഞാൻ യൂട്യൂബിലോ ഇതിലേക്കൊന്നും കയറാത്ത. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയെ സാറിന് കണ്ടെത്താൻ പറ്റുമോ? ശരി.
വെരി ഗുഡ്. ഏതായാലും വളരെ നന്ദി, സന്തോഷം. മറ്റു ചില ആളുകൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയകുമാർ സാധാരണ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ഒരു രീതിയാണ്, പക്ഷേ ഇന്ന് അദ്ദേഹം നേരിട്ട് വിളിച്ചിരിക്കുന്നു. സന്തോഷം ശ്രീ ജയകുമാർ. ശ്രീ ജയകുമാർ, നമസ്കാരം സാറേ. നമസ്കാരം. ഈ മൊബൈൽ ഫോൺ കുട്ടികൾ കുറച്ച് ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശ്രീ ജയകുമാർ? പറയാം സാർ. പച്ച പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാനും കേട്ടു. ഇതിനകത്ത് നിൽക്കായിരുന്നു, അതിനകത്ത് പച്ച പിടിച്ചവരും ഞാനും കേട്ടു. സാറേ, ഞാന് ഈ 1 മണിക്കൂർ ആക്കിയ പിന്നെ നമുക്ക് കോള് വളരെ കുറവാണ് കിട്ടുന്നത്. മാത്രമല്ല, ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ യൂട്യൂബ് വരുമ്പോൾ സാറ് എല്ലാ കമന്റ് ഒരു ദിവസം പോലും വായിക്കാതെ വിടുന്നില്ല. അപ്പൊ അതിന് വരാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നിപ്പോ വരാൻ കാരണം ഈ യൂട്യൂബിൽ ഒരു കമന്റ് വായനയുടെ ഇതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാനാണ് ഇതിൽ വന്നത്. ഇന്നലെ ഇട്ട 2 കമന്റ് സാർ വായിച്ച 2 ആശയം തിരിഞ്ഞുപോയോ? അല്ല, ഞാനത് തിരുത്തിയല്ലോ. ഒന്ന് രണ്ടാമത് ദീപുവിന്റെ പറഞ്ഞത്, ദീപുവിനെ ജയകുമാർ സപ്പോർട്ട് ചെയ്യണു എന്ന് പറഞ്ഞാണ് സാർ തുടങ്ങിയത്. അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലല്ല, എതിർത്തല്ല. ദീപുവിനെ എനിക്ക് സ്നേഹമാണ്. ദീപുവിനെ എതിർത്തല്ല. ദീപു പറയുന്ന, ദീപു അനാവശ്യ വർത്താനമൊന്നും പറയില്ല, മോശപ്പെട്ട തെറി വർത്താനമൊന്നും ആരോടും പറയില്ല. പക്ഷേ ഞാൻ എഴുതിയത് വിളിക്കുന്ന പ്രേക്ഷകരെ എല്ലാം പുള്ളി വിമർശിക്കും എന്നാണ് എഴുതിയത്. അല്ല, പുള്ളി എല്ലാരും വിമർശിക്കുന്നല്ല, പുള്ളി എല്ലാരെയും വിമർശിക്കും. സാർ ആ പറഞ്ഞത് തിരിഞ്ഞുപോയി. രണ്ട് തെറ്റുകൾ എനിക്ക് പറ്റി. രണ്ടിലും ഞാൻ വേറൊരു സാറ് വടക്കിയതിലൊരു തെറ്റ്, വേറൊരു പാർട്ടി അതിലൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സാർ അത് കുഴപ്പമില്ല. അത് സാർ ഈ സ്പീഡിൽ വായിക്കുന്നതിന്റെ ഇതാ, സ്പീഡിൽ വരുത്തോണ്ടേ ആ വായിക്കുന്ന സ്പീഡിൽ എത്രയെണ്ണം നോക്കണ്ടേ, അതുകൊണ്ടാണ് വന്നത്. അപ്പൊ അത് പോട്ടെ സാർ, അതിന് വേണ്ടി വിളിച്ചാണ്. ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെ രക്ഷകർത്താക്കളും കുട്ടികളും അത് ശ്രദ്ധിക്കേണ്ട, അല്ല സാറുമാരല്ല. കാരണം പല കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാദ്യന്മാർക്ക് സ്കൂളിൽ വരാൻ പേടിയാണ് വിദ്യാർത്ഥികളെ, കാരണം പീഡനം ആരോപിക്കുമെന്ന് കോടതി ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2-3 മാസം മുമ്പ് കോടതി സാറൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു ദിവസം ഉണ്ടായിരുന്നു. ഈ പിള്ളേരെ കാരണം കോടതിയിൽ വരാൻ പാടാണ്. ഈ മറ്റേ സേനാ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അനാവശ്യമായിട്ട് ഈ പഴയ കാലങ്ങളിലുള്ള ഇതൊക്കെ കൊണ്ടുവരുന്നു, അത് ശരിയാവില്ല എന്നൊക്കെ കോടതി പറഞ്ഞ കൂട്ടത്തിൽ ഈ വിവരം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രക്ഷിതാകൃത്യങ്ങൾ ഇവരെ കുറച്ച് ശ്രദ്ധിക്കാനാണ് സാറേ നല്ലത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതിൽ ജയകുമാർ, ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ് വായിച്ചതിൽ തെറ്റുപറ്റിയതെങ്കിൽ. യെസ്, താങ്ക് യു സോ മച്ച്. സൂര്യകിരൺ എന്നൊരു പ്രേക്ഷകൻ ഹായ് അയച്ചിരിക്കുന്നു. സൂര്യകിരണ് എൻ്റെയും ആശംസകൾ. അടുത്തത് പ്രേക്ഷകൻ നമുക്കൊപ്പം ചെറുപുഴയിൽ നിന്ന് സ്കറിയാണ് വിളിക്കുന്നത്. ശ്രീ സ്കറിയ, കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ടല്ലേ? അതെ അതെ. തിരക്കിലാണ് സ്കറിയ എന്ന് എനിക്കറിയാം, പൊതുപ്രവർത്തകനാണ്. ഈ സ്കറിയ, ഈ ചെറുപുഴയിൽ കുട്ടികൾ ധാരാളം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നമസ്കാരം മനു. ആദ്യം തന്നെ ഒരു അഭിപ്രായം പറയട്ടെ. നമ്മുടെ കേരളത്തിൽ കുറെ മലയാള ചാനലുകളുണ്ട്. അതിൽ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനും പൊതുജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ന്യൂസ് 80. അതാണല്ലോ പൊതുവേദി. വേറൊരു ചാനലും അതില്ല. അപ്പം ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ള ന്യൂസ് 80. അതിനെ പ്രത്യേകം നമ്മളിത് തുടങ്ങിയ കാലം തുടങ്ങിയ എല്ലാ ദിവസവും തന്നെ കാണാൻ പറ്റുമെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രതികരിക്കാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ 8 മണി തുടങ്ങിയുള്ള നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ പിറന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കുന്നത് ന്യൂസ് 80 ആണ്. പ്രത്യേക അഭിനന്ദനം. അപ്പൊ പലരും അവിടെ കിടന്ന് കാറിയാലും കൂവിയാലും വിളിക്കുന്ന ആൾക്കാർ മനു അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഭാരത് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും വകവെക്കേണ്ട ആവശ്യമില്ല. ഇത് മുന്നോട്ട് തന്നെ പോകണം. നല്ല പരിപാടിയാണ്, ജനങ്ങൾക്കുള്ള പരിപാടിയാണ്, വേറൊരു ചാനൽ ചെയ്യാത്ത പരിപാടിയാണ്. ഈ പൊതുവേദിയുടെ ഒരു കരുത്ത് തന്നെ ഇതാണ്. കാരണം പ്രേക്ഷകരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നു. സ്കറിയ പോലുള്ളവർ അകമഴിഞ്ഞുള്ള ഈ അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ഈ അനുമോദനങ്ങളൊക്കെ നൽകുമ്പോൾ അത് വലിയ കരുത്താണ് കേട്ടോ. ഞാനത് തമാശയായിട്ട് പറയുന്നില്ല, വലിയൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഞാനും ഭാര്യയും മോളുടെ മക്കളും ഉള്ളൂ. 4 മണി തുടങ്ങി 5 മണി വരെ പൊതുവേദി കാണാതിരിക്കുകയില്ല. അത് ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാതിരിക്കുകയില്ല. അപ്പൊ ഇതിനകത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൊറോണ വന്ന കാലത്ത് സ്കൂളുകളിൽ പഠിത്തമില്ലാത്തപ്പം പിള്ളേർക്കെല്ലാം ഫോൺ വേണമെന്നൊരു ഇത് കൊണ്ടുവന്നായിരുന്നു. നമ്മളെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ ഫോൺ പിള്ളേരുടെ നിന്ന് മേടിക്കാൻ പറ്റില്ലാത്ത കാലമായി. കാരണന്മാർക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും ശരിക്കും വ്യക്തമായ കാര്യങ്ങൾ അറിയത്തില്ല. തിരിച്ചെടുക്കാനും പറ്റുന്നില്ല അല്ലേ? അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. അപ്പൊ ഇതിനകത്ത് പറ്റിയ കാരണം എന്താ വെച്ചാൽ, മാതാപിതാക്കന്മാര് ഈ ഫോൺ നല്ല സാധനമാണ്, നല്ല മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ എനിക്കിപ്പം മനുവിനെ വിളിച്ച് വീട്ടുകാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കാം. അത് മോശമായും ചോദിക്കാം. അപ്പൊ നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇത് നല്ല സാധനമാണ്, മോശത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മോശമാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാരണവന്മാരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ സാറന്മാർക്കുണ്ട്.
അപ്പൊ ഇതിനു മുമ്പത്തെ നമ്മുടെ കാസർഗോഡ് സന്തോഷം വിളിച്ചു പറഞ്ഞ കാര്യം ശരിയാണ്. ഇവിടുത്തെ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ മാറണം. എന്നെയൊക്കെ തല്ലിയ സാറന്മാരെ ഇന്ന് കാണുമ്പോൾ നമുക്ക് ബഹുമാനമാണ്. അന്ന് ആ സാറന്മാര് തല്ലിയതിന്റെ പേരിൽ നമ്മൾ നന്നായല്ലെന്ന്. ഇന്ന് സാറന്മാരെ പേടിയില്ല. ചെറിയ വികൃതിക്കാരനായിരിക്കണം, അതുകൊണ്ടായിരിക്കും നമ്മൾക്ക് പിള്ളേരുടെ കാലത്ത് നമ്മൾക്ക് അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുണ്ടായിരുന്ന നമ്മളെല്ലാ പരിപാടികൾക്കൊക്കെ നിന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആരുടെയും കണ്ണുനീരോ അല്ലെങ്കിൽ ആരെ കണ്ടുകൊക്കെ അറിയാനൊന്നും പോയിട്ടില്ല. അന്നത്തേക്കാളും പിള്ളേർ ഇന്ന് മോശമാണ്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. അബ്ദുറഹ്മാൻ എന്നോട് പറയുന്നത് സ്കൂളിൽ മൊബൈൽ ഫോൺ തടയണം, കുട്ടികൾ മൊബൈലിൽ കാണുന്നത് ക്രിമിനൽ രംഗങ്ങളാണ്, അത് അനുകരിക്കുന്നു, അവർ ക്രിമിനൽ മൈൻഡുകൾ ഇതുവഴി ഉണ്ടാകുന്നു എന്നൊക്കെ അബ്ദുറഹ്മാൻ പറയുന്നു. അബ്ദുറഹ്മാൻ്റെ ആ ആശയം എനിക്കും കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മൊബൈലിൽ വരുന്ന വിഷയങ്ങൾ തരംതിരിച്ചെടുക്കാൻ കുട്ടികൾക്ക് ചിലപ്പോൾ കഴിയാറില്ല. അപ്പോൾ അതുപോലെയൊക്കെ ആകാൻ അവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഏലിയാസ് എറണാകുളത്ത് നിന്നാണ് ചേരുന്നത്. ഏലിയാസ് എത്ര സമയം മൊബൈൽ ഉപയോഗിക്കും? ഞാൻ സാറേ ഇത് വിളി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉള്ള ഒരു വിളിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബ് ഒന്നും കാണില്ല? അറിയുള്ളൂ. യൂട്യൂബ് ഒന്നും കാണില്ല? അതൊന്നും അറിയില്ല. 69 വയസ്സുണ്ടാവും ആള്. ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞാൻ വിളിച്ചു സാറേ, ഞങ്ങളൊരു കെട്ടിട നിർമ്മാണ തൊഴിലാണ്. ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇതുവരെ കിട്ടിയില്ലെന്ന്. ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പുതിയ അതിഥിയാണ് ഇലിയാസ്. അപ്പൊ നമ്മുടെ പുതിയ അതിഥിക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ നൽകുകയാണ്. കെട്ടിട നിർമ്മാണ രംഗത്താണ് പ്രവർത്തിക്കുക. അപ്പൊ ഇന്ന് ജോലിയില്ലേ? ജോലിയില്ല സാറേ. 15 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ചോദിച്ചാൽ ഫണ്ടില്ല, പൈസ ഇല്ല എന്നാണ് ഞങ്ങൾ. ഇതിന്റെ അകത്ത് എന്താ കള്ളത്തരാണ്? ന്യൂസ് 18 നോക്കിയാൽ അത് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി സാറിനോട് പ്രത്യേകം പറയുക. ശരി, അത് പറയാം. 18 മാസത്തോളമായി പെൻഷൻ കിട്ടിയിട്ട്. 1600 പെൻഷൻ ഉണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ശരി, ഞാനത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്ഥിരം നോക്കണം സാറേ. അത് എന്തായാലും കള്ളക്കളിന്ന് അറിയില്ല സാറേ. അത് അവർക്ക് ചെറിയ സാമ്പത്തിക പ്രയാസമുണ്ട്. നമ്മുടെ സർക്കാരിന്റെ കാര്യമാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ കണ്ടില്ല, ഇന്നൊക്കെ എല്ലാം സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഡി എ ഒന്നും കൊടുക്കാനില്ലെന്നാണ്. സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. നമുക്ക് സാറേ ഇതിന് മാത്രം ഞങ്ങൾക്ക് ഈ 15-17 മാസമല്ലേ, ഒരു അല്ലപ്പോഴും 2 മാസമെങ്കിലും തന്നൂടെ? ശരിയാ. അതല്ല, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കാൻ പാടില്ല. കാരണം വളരെ പാവപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളുടെ കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി എടുക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ വിഷയം ശ്രീ ഏലിയാസ് പറഞ്ഞത് ഇപ്പോൾ ബന്ധപ്പെട്ടവർ കേട്ടിരിക്കും എന്ന് ഞാനും വിചാരിക്കും. ഞങ്ങളതൊന്ന് അന്വേഷിക്കാം കേട്ടോ. ഏലിയാസ്, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഷാജി ഭാസ്കരൻ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പറയുന്നത് കലാരാജു വിഷയം ചർച്ചയിൽ CPM-നെ പഴിക്കാൻ ഇടുന്നവർക്ക് ചായ കുടിച്ച് പിരിയാവുന്നതാണ്, സത്യം ലോകം കണ്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഷിജി ഭാസ്കരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം CPM-നെ ആരെങ്കിലും പഴിക്കുന്നുണ്ടോ എന്നാണ്. എൻ്റെ ഷാജി ഭാസ്കർ ആളുകളാവുമ്പോൾ വിമർശിക്കും. ഇപ്പം എന്നെ എത്ര പേർ വിമർശിക്കുന്നു, അതേപോലെ ഇപ്പോൾ CPM അതിനേക്കാളൊക്കെ വലിയൊരു സംവിധാനമല്ലേ. അപ്പം ഒരുപാട് പേർ അനുകൂലിക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ വിമർശിക്കും. അതുകൊണ്ട് അതൊന്നും എപ്പോഴും വേദനയോടുകൂടി എടുക്കേണ്ട കാര്യമില്ല. ജനങ്ങളോടൊപ്പം നിന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആ ജനങ്ങൾ അവരുടെ സ്നേഹവും നന്ദിയും തിരിച്ചു നൽകും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഷാജി ഭാസ്കർ ഏതായാലും എല്ലാ ദിവസവും പൊതുവേദിയോടൊപ്പം ചേർന്നു എന്ന് കാണുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഷാജി KM എത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഹായ് മനുസാർ എന്ന് പറയുന്നു. ഷാജിക്കും എൻ്റെ ആശംസകൾ. ഷാജിയുടെയൊക്കെ പിന്തുണ വലിയ ഒരു സഹായമാണ്. ഉണ്ണികൃഷ്ണൻ നമ്മളെ വിളിക്കുന്ന പോത്തങ്കോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കും? ഞാൻ ഉപയോഗിക്കുന്നത് സത്യം പറയണോ കള്ളം പറയണോ? ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മൾ കുട്ടികളെ ഉപദേശിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂറും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിച്ച കാര്യം, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് ഈ എന്റെ കഷ്ടകാലത്തിന് ഞാൻ 1 മണിക്കൂർ ആക്കാൻ പറഞ്ഞ അന്ന് മുതൽ ഞാൻ അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ മൊബൈൽ വീഡിയോകൾ കാണാനും മറ്റേ ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു കണക്കെടുത്തു. അപ്പോ പൊതുവേദിയിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ശ്രോതാക്കളിൽ ഒരാൾ ശ്രീ ഉണ്ണികൃഷ്ണനാണ്.
അല്ലേ? ശ്രീ അതായത് ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ശ്രീ ഉണ്ണികൃഷ്ണനാണ് എനിക്ക് പ്രതികരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന പരാതി ഏറ്റവും അധികം തവണ ഉന്നയിച്ചത്, അല്ലേ? സത്യമല്ലേ? എനിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. കാര്യം പറഞ്ഞാൽ അരമണിക്കൂറായിരുന്ന പരിപാടി 1 മണിക്കൂർ ആക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിലായിരുന്നു ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്, ഞാൻ അത് ശക്തമായിട്ട് ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഭിപ്രായങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇതിനു വേണ്ടിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. 1 മണിക്കൂറാക്കണം 1 മണിക്കൂറാക്കണമെന്ന്. 1 മണിക്കൂറാക്കിയപ്പോ എന്റെ പൊന്നോ ഇത് കട്ടി തൊടാൻ പോലും കിട്ടുന്നില്ല. പിന്നെ ഞാനിപ്പോ ഇന്നെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറഞ്ഞോണ്ട് ഇന്നലെയും പറഞ്ഞാണ്, ഈ മൊബൈല് കാരണം കുടുംബങ്ങൾ തൊലഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അതിന്റെ ഇരകളാണ്. എന്റെ മോളായാലും. എത്ര വയസ്സായ കുട്ടികൾക്ക് എത്ര വയസ്സായി? ഒരാള് പിന്നെ IT പഠിക്കുന്നു, ഒരാള് +1 പഠിക്കുന്നു. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങള് അവർക്ക് ഇതൊരു കൗതുകമല്ലേ എടുക്കുന്ന മൊബൈൽ. ആഹാരം വേണ്ട, ആഹാരം കോരി വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറയും അരമണിക്കൂർ കഴിയട്ടെന്ന് പറയും. അരമണിക്കൂർ കഴിയട്ടെന്ന് പറയുമ്പോ അരമണിക്കൂർ കഴിയുമ്പോൾ പറയും കുറച്ചുകൂടെ കഴിയട്ടെ. സംഭവത്തിലാണ് പിന്നെ ചെന്ന് കളവ് തുറന്ന് നമ്മളെ പെട്ടെന്ന് ചെന്ന് വരട്ടി ചെന്ന് നോക്കപ്പോണ്ട് അതുവരെ കളിച്ചോണ്ടിരുന്ന ഗെയിം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടാണ് വരുന്നത്. കുട്ടികളല്ലേ, അവര് കുറച്ച് ഗെയിമൊക്കെ കളിക്കട്ടെ അല്ലേ, അപ്പൊ നമ്മൾ എന്ത് പറയാനല്ലേ? കളിക്കുന്നതും അത് മറ്റുള്ളതൊന്നും അല്ല. മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പം നമുക്ക് പേടിയാണ് വരുന്നത്. ഇവര് ഇപ്പൊ ഒരു യഥാർത്ഥ ഒരു കുടിയന്റെ, ഞാൻ നല്ലവണ്ണം മദ്യപിക്കുന്ന ആളായിരുന്നു. 3.5 വർഷമായി ഞാൻ ഇത് സ്വയം വേണ്ടാന്ന് വെച്ചിട്ട്. ഓ വെരി ഗുഡ്. മദ്യം നിർത്തി. അഭിവാദ്യങ്ങൾ. എന്റെ കണ്ണു മുമ്പായിരുന്നു എന്റെ സുഹൃത്തുക്കൾ മദ്യപിക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഞാൻ തൊടില്ലല്ലോ, ഞാൻ തൊടാൻ പോലും പോകില്ല. മതിയായി. എനിക്ക് മതിയായി. ഞാൻ സ്വയം വേണ്ടാന്ന് വെച്ചാണ്. കാര്യം എന്റെ മകള് പ്രായപൂർത്തിയായപ്പോ ഞാൻ സ്വയം മനസ്സിലാക്കി ഇനി ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഒരുപാട് പേര് അതിന് മുമ്പൊക്കെ ഉപദേശിച്ച്. പിന്നെ ഇപ്പൊ എനിക്കുള്ള ഒറ്റ ദോഷമേ ഉള്ളൂ, ഒരൊറ്റ കൂട്ടുകാരന്മാർ ഒരു മൊബൈലിൽ പോലും എന്നെ ഒരു കാര്യത്തിന് എന്നെ വിളിക്കൂല. മറ്റത് 24 മണിക്കൂർ വിളിയായിരുന്നു. സൗഹൃദ വലയങ്ങളെല്ലാം പിരിഞ്ഞുപോയി മദ്യം നിന്നപ്പോ കൂട്ടുകാരൻ ഒരൊറ്റ കാര്യത്തിന് വിളിക്കൂല. മറ്റേന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വിളിയായിരുന്നു. എന്തിനു ഒരു സാധനം വാങ്ങിക്കാനായിരിക്കും അല്ലേ? സാധനം വാങ്ങിക്കാനല്ലേ, ഷെയറിടാൻ വിളിക്കുമായിരുന്നു. ഇത് ആവശ്യത്തിന് ഉപയോഗിച്ച ഏറ്റവും നല്ലതും ഗുണകരമായ കാര്യമാണ്. അമിതമായാൽ പിടിച്ചാൽ കിട്ടാത്തൊരു സംഗതിയാണ് ഈ ഒരു സാധനം. അതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും കുറ്റക്കാരനാണ്. അധ്യാപകരുടെ കാര്യം വളരെ ദയനീയമാണ്. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ മിണ്ടാൻ പറ്റുന്നില്ല. എന്നെ അടിച്ച അടിയുടെ പാട് ഇപ്പോഴും കിടപ്പുണ്ട് എന്റെ ജാതിക്ക്. വ്യക്തമാണ്. മറ്റ് അടുത്ത പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഷിജി പറയുന്നത് NM വിജയനായിരിക്കും. NM വിജയന്റെ വിഷയത്തിൽ അപ്പച്ചനും ഗോപിനാഥനും ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റിലായ അവരൊക്കെ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ അവർക്ക് ആ കോടതിയിൽ നിന്ന് കിട്ടിയ അനുകൂലമായ വിധി കൊണ്ട് അവരിപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ കോടതിയേക്കാൾ വലിയൊരു കോടതി അവനവൻ്റെ മനസാക്ഷിയാണ്. ആ മനസാക്ഷിക്ക് മുന്നിൽ കള്ളത്തരം പറയാൻ ഒരു കുറ്റവാളിക്കും കഴിയില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലം നമ്മളോടത് ചോദിക്കും. ഈ നാട്ടിലെ നിയമവും ഒക്കെ അതിന് അവരുടേതായ പങ്ക് വഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജെറി ജേക്കബ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊപ്പമാണോ എന്നറിയില്ല. എന്തായാലും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. രാമാനന്ദ പ്രഭു നമ്മുടെ ഒരു പ്രേക്ഷകൻ, അദ്ദേഹം പറയുന്നു, ഒരിക്കലും ഒരു അധ്യാപകൻ ഈ വിഷയം ഫോണിൽ പകർത്തി ചാനലിൽ ഇട്ടത് ശരിയായില്ല. പിന്നെ കലാരാജു വിഷയം എന്താ എയറിലായി അല്ലേ എന്ന് വെച്ചു. എൻ്റെ രാമാനന്ദ പ്രഭു, അത് ഞാനും ശരിയാണ്. ഈ മൊബൈൽ ഫോൺ ഒരു കുട്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അത് ചിത്രീകരിച്ച് ഇടുന്നതും ശരിയല്ല. പക്ഷേ ഞങ്ങളൊക്കെ ആ കുട്ടിയുടെ മുഖം മറച്ചിട്ടാണ്. പക്ഷേ ഈ വിഷയം സമൂഹം അറിയണം. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ പ്രദീപ് കുമാർ പറയുന്നു, അബ്ദുറഹ്മാനെ ഞാൻ ഒട്ടകത്തിൻ്റെ മുതലാളി എന്ന് വിളിച്ചത് തെറ്റാണ്. അപ്പോൾ അത് ശരി, ആ തെറ്റ് അംഗീകരിച്ചു, സന്തോഷം. ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിക്കയറ്റിയ പാർട്ടിയുടെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ്. ശരി, പോട്ടെ. പ്രദീപ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അബ്ദുറഹ്മാനും സ്ഥിരം പ്രേക്ഷകനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒട്ടക മുതലാളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതിൽ അദ്ദേഹം പരിഭവം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഇത് പ്രദീപ് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് പറയുന്നു.
ഉണ്ണികൃഷ്ണൻ പച്ചയായ സത്യം പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രദീപ് പറയുന്നു. യെസ്, പ്രദീപിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാണ്. വി സി തോമസ് പറയുന്നത് 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം, എങ്കിൽ മൊബൈൽ വെച്ച് കൊടുത്താൽ മാത്രമേ പറ്റൂ. ആ സ്ഥിതിയാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത് എന്നാണ് പറയുന്നത്. തോമസിൻ്റെ ആ പ്രയാസം എനിക്ക് മനസ്സിലാകും. കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കൗതുകമുള്ള കാര്യം നോക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഇതിൽ കുഞ്ഞുങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ കാര്യം മറ്റൊന്നല്ല, ഞാൻ ധാരാളം ഈ മൊബൈൽ ഫോൺ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അവരെ അങ്ങനെ ഉപദേശിക്കാൻ അധികാരമില്ല, എങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു ഉപയോഗം തടയണം എന്ന നിലപാട് ഉള്ളയാളാണ്. കൊല്ലത്ത് നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കാത്തു നിൽക്കേണ്ടി വന്നു, ദയവായി ക്ഷമിക്കണം. കേൾക്കാമോ? ക്ഷമിക്കണോ? ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ള ഒറ്റ ചാനലേ ഉള്ളൂ, എന്നിട്ട് ക്ഷമ ചോദിക്കുന്ന ക്ഷമയൊന്നും ചോദിക്കണ്ട. 1 മണിക്കൂർ ആക്കി തന്ന് നമുക്ക് 1 മിനിറ്റ് നമ്മുടെ മനസ്സിലുള്ള തുറന്നു പറയാൻ. അപ്പൊ ഒരു ആഗ്രഹം, അമിതമായ സന്തോഷം. ഈ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് ഇനി നിർത്താൻ പറ്റത്തില്ല. ഒറ്റ കാര്യം ചെയ്യാതെ വീട്ടുകാർ വിചാരിച്ചാൽ നടക്കത്തുള്ളൂ. ലോക്ക് ഇടരുത്. ലോക്ക് ഇട്ട് വെക്കുന്നതിന് പിന്നെ ഈ കുട്ടികൾക്ക് ഓഫർ കൊടുത്താണ് പഠിപ്പിക്കുന്ന അച്ഛനും അമ്മമാരും. നീ അങ്ങനെ ചെയ്ത് 8ാം ക്ലാസ് കഴിച്ച് സ്പോട്ട് 18 വയസ്സാകുന്നതിനും അവനെ സ്കൂട്ടർ പഠിപ്പിക്കാൻ പോകുന്നു. ഇവനൊക്കെ 18 വയസ്സാകുന്നതിനും ജിംനേഷ്യത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അവന്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ശരീരത്തിൽ ഉണ്ടായി എന്നുള്ള തോന്നലുകൾ, ഫാഷനുകൾ. ഈ ഫാഷനൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വേണമെങ്കിൽ അച്ഛനും തിരുത്താന്നേ ഉള്ളൂ, അമ്മയ്ക്ക് തിരുത്താന്നേ ഉള്ളൂ. മുടിയൊക്കെ വെട്ടി കാണിക്കുന്ന കോലങ്ങളും. പിന്നീട് അത് കഴിയുമ്പോൾ പിന്നെ അവന് 15-നും 16-നും തിരുത്താൻ പറ്റില്ല. ഈ ചെറുക്കന്റെ മുഖം TV കാണിച്ചതിനാണ് ഇപ്പൊ ഭയങ്കര ദുഃഖം. ചെറുക്കന്റെ മുഖം TV കാണിച്ചേ പറ്റൂ. കാര്യം ആ പയ്യൻ മറ്റേ നമ്മളില്ല 3 പേരെ അടിച്ച് കൊന്നില്ലേ മറ്റേ ചേന്നമംഗലത്ത്, അതിനേക്കാൾ കുഴപ്പമില്ല. പയ്യൻ പോയി അത് അവൻ ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ അവൻ ഇന്ന് ചെന്നൈ പറഞ്ഞ് പോലീസിനടുത്ത് പറയുന്നത്. അതൊന്നും ഇല്ല. മെനഞ്ഞാന്ന് ഹാഷ്മി പറഞ്ഞ മറ്റേ ആ വിഷം കൊടുത്ത് ഒരു പെണ്ണ് കൊന്നത്. അപ്പം നമ്മളെ ജഡ്ജി പറഞ്ഞതേ, കമാൽ സാറ് പറഞ്ഞതേ, ഒരു അവസരം കൊടുത്തെങ്കിൽ അവിടെ തിരിച്ചു വന്നേനെ. ഈ തിരുത്തത്തിൽ ഹാഷ്മി പറഞ്ഞു, അയ്യോ ഇനി അവിടെ തിരുത്താൻ കാര്യം മറ്റൊരു അവസരം വരുമ്പം വീണ്ടും അതേ ക്രൈമിന് വേറെ ടൈപ്പ് ചെയ്യും. അതാണ് ഈ കൊച്ചിനെ ഇനിയിപ്പോൾ എവിടെയും കൊണ്ടൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ചെയ്യട്ടെ അവർ. കാര്യം ഇത് വളരെ റഫായിട്ടാണ് പയ്യൻ പെരുമാറിയിരിക്കുന്നത്. ആ വീഡിയോ എടുത്ത് വിട്ടതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്. ഇനിയിപ്പോ ഈ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളിലെ അധ്യാപകർക്കെതിരെ എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് അറിയാൻ പറ്റും. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. ഇപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അവർക്ക് ചെയ്തേ പറ്റൂ. കുട്ടികൾക്ക് ഈ ഓഫർ കൊടുത്തുള്ള പഠിപ്പീര് വേണ്ട. പിന്നെ ഇത് വീട്ടിൽ തന്നെ ഈ ഫോണാണ് ഇവിടെ വിഷയമായത്. ഫോൺ അല്ലെങ്കിലും വിഷയമാവുകയാണ്. ഞാൻ അതാണ് 3-4 ഐറ്റം പറഞ്ഞത്. ഈ ജിംനേഷ്യത്തിൽ പിള്ളേർ പോകുന്നതിനെ തടസ്സപ്പെടുത്തണമെന്നല്ല, പക്ഷെ അത് 18 വയസ്സാകുന്നതിന് മുമ്പ് ജിംനേഷ്യത്തിൽ പോയി ഒന്നും ചെയ്യാനില്ല. നല്ല ശരീരം വളർന്നു വരേണ്ട പ്രായം 21 വയസ്സ് വരെയാണ് ശരീരത്തിൽ. ആ സമയത്ത് പോയി ഈ ബ്രഞ്ച് പ്രസപ്പും ഒക്കെ എടുത്ത് ചെസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും അവന്റെ ബോഡി മേളിലോട്ട് പോകാനുള്ളതൊന്നും പോവാതെ, എല്ലൊക്കെ പൊങ്ങി പോകേണ്ടതൊക്കെ പോവാതെയൊക്കെ വെറുതെ കുറുകിയൊക്കെ വെറുതെ കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കി വെച്ച് മനസ്സിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു നല്ല മനഃശക്തി ഇല്ലാത്ത പുള്ളത് കൊച്ചു കാര്യങ്ങൾ വരും. പറയുന്നത് നമുക്ക് കയറി ആത്മഹത്യ ചെയ്യുക. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറച്ചു നേരം കാത്തു നിൽക്കാൻ ക്ഷമ കാണിച്ച ശ്രീ ഉണ്ണികൃഷ്ണന്, കൊല്ലത്ത് നിന്ന് വിളിച്ച ശ്രീ ഉണ്ണികൃഷ്ണന് എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. രഘുനന്ദനൻ നമ്മുടെ തിരുവല്ല വാരത്തുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പറയുന്നു, മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ കുട്ടികൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം, അതാണ് ഏറ്റവും നല്ലത്. മാതാപിതാക്കൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൂടുതൽ സമയം ഉപയോഗിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നത് നല്ല ഒരു ആശയമാണ് ശ്രീ രഘുനന്ദനൻ. മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഗോളാന്തരം യാത്ര പറയുന്നത് പൊതുവേദി ഒരു കുടുംബമാണ്. എല്ലാവരും സ്നേഹത്തോടെ അതുപോലെ ബഹുമാനത്തോടെ പരസ്പരം കഴിയണം എന്ന് പറയുന്നു. ശ്രീ ഗോളാന്തരം യാത്രയുടെ ആ അഭിപ്രായം വളരെ വളരെ ശരിയാണ്. ഞാനും ആ ഗോളാന്തര വാർത്തയെ പോലെ അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പരസ്പരം വിമർശിക്കുകയൊക്കെ ചെയ്യാം, ആശയപരമായിട്ടുള്ള ചില നിലപാടുകൾ വ്യക്തമാക്കാം, പക്ഷേ ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാവരും മാറിയാൽ വളരെ നല്ല. ശരത്ത് വിളിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശരത്തെ, ഹലോ. ഹലോ. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുകയാണോ? ഞാൻ നമ്മൾ ഈ പൊതുവേദിയിൽ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഫോൺ കോളുകൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ഒത്തിരി ആൾക്കാർ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പോയാൽ ഇതെല്ലാം കട്ട് ചെയ്താൽ ഒരു കോളും കൂടി അധികം എടുക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അപ്പൊ കൂടുതലും അത് മറ്റാളുകൾക്കൊക്കെ അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലർക്ക് ഇപ്പം ചില ആളുകൾ ഇത് നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. അവർ ഇപ്പം എന്നോടൊരു പ്രേക്ഷക പറഞ്ഞത് അവരും ഭർത്താവും ഭയങ്കരമായി ശ്രമിച്ചിട്ടാണ് ഫോൺ കണക്ട് ആകുന്നത് ചിലപ്പോഴൊക്കെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മറ്റല്ലാത്തവർക്ക് യൂട്യൂബിലാണ് വഴി. അപ്പം നമ്മൾ യൂട്യൂബിൽ 500 കമൻറ്റുകൾ വരുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നതല്ലേ നല്ലത്? അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നപ്പോ എല്ലാ വീടുകളിൽ എത്ര അംഗങ്ങളുണ്ടോ അതേപോലെ തന്നെ എല്ലാ വീടുകളിലും വാഹനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്.
പിന്നെ അതേപോലെ തന്നെ മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം രാത്രിയിലോ അല്ലെങ്കിൽ മറ്റുള്ളതെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നമുക്ക് വേണം. പക്ഷെ കൊച്ചു കുട്ടികളുടെ കയ്യിലൊക്കെ ഇത്രയും വില കൂടിയ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റും ജബറും ഒക്കെ നോക്കുന്ന മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്ന് അവർ ചിന്തിക്കുന്നതിനൊന്നും ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. കൊച്ചു പിള്ളേരുടെ കയ്യിൽ പോലും കളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ശരത്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ വടകരയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ബാലകൃഷ്ണനിലേക്ക് വരാം. ജെറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ മൊബൈൽ കൊണ്ടുവന്നാൽ ബാഗിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണം, അല്ലാതെ പിടിച്ച് വെച്ച് പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്ന ജെറിൽ ജേക്കബ് പറയുന്നതിനോടൊരു ചെറിയ ഇതുണ്ട്. അത് ഞാനും ആ അഭിപ്രായത്തോട് ചെറുതായി യോജിക്കുന്നു. അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ. പ്രദീപ് പറയുന്നത് വിളിക്കണമെന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ അവസരം ഉപയോഗിക്കട്ടെ എന്ന് കരുതി വിളിക്കുന്നില്ല. പ്രദീപ് പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, പൊതുവേദിയുടെ അവിഭാജ്യ ഘടകമാണ്. പ്രദീപിൻ്റെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ വരുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര ഈ കുട്ടികൾ കുറച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതുന്ന ഒരാളാണോ? നമസ്കാരം. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല സാർ. എന്താ അവർ കുറച്ച് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ബ്രെയിൻ ട്യൂമറാണ് സാർ. അത് ശരി. സാറിനോട് എനിക്കൊരു റിക്വസ്റ്റ് ആണുള്ളൂ. എന്താണെന്നറിയാം, നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാര്യം നടക്കുന്നുണ്ട്. സാറിന്റെ ചാനൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നെറ്റ്വർക്കുള്ള ചാനലാണ്. അതിൽ ഞാനും അഭിമാനം കൊടുക്കും. പക്ഷെ നമ്മുടെ റേഷൻ ലോറി തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സൗജന്യ റേഷൻ BPL APL വിഭാഗത്തിൽപ്പെട്ട സൗജന്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന റേഷൻ അരിയുടെ ലോറിയുടെ വാടക കൊടുക്കാത്തതുകൊണ്ട് സമരത്തിലാണ്. അത് എത്തിച്ചു കൊടുക്കാൻ താങ്കളുടെ ചാനൽ ഇതുവരെ ചർച്ച നടത്തിയില്ലല്ലോ. നമുക്ക് നടത്താം ശ്രീ ബാലകൃഷ്ണൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസ്ഥിത വർഗത്തിൽപ്പെട്ടവരുടെ കാര്യമാണ്. ഞാൻ ഈ BPL അരി മേടിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ മിനിസ്ട്രി തരുന്ന ഒരു അരിയുണ്ട്, 5 കിലോ ഒരു വ്യക്തിക്ക്. അതെന്റെ ജന്മാവകാശമാണ്. അത് തരാൻ പറ്റാത്ത ഒരു സർക്കാർ ലോറിക്ക് വാടക കൊടുക്കാനില്ലെങ്കിൽ ഞങ്ങൾ കോർട്ട് വിരിക്കാൻ സാർ റേഷൻ പിടിയാൽ ഞങ്ങൾ കൊടുക്കാം. ലോറി തൊഴിലാളികളുടെ വാടക ഞങ്ങൾ കൊടുക്കാം. റേഷൻ കാർഡ് ഉടമകൾ. റേഷൻ വിതരണം സ്തംഭനത്തിലായിരിക്കുകയാണ്, സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു. 3 ആഴ്ചയായി വിതരണക്കാരുടെ സമരം. 27 മുതൽ റേഷൻകാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ നമുക്ക് ആ വിഷയം ഒന്ന് എടുക്കണം ബാലകൃഷ്ണൻ. ഏതായാലും താങ്കൾ ഓർമ്മിപ്പിച്ച് നന്നായി. റേഷൻ വിതരണക്കാർ ഒന്നുകൂടി പറയാണ് സാർ, വെക്കല്ല സാർ. വെക്കില്ല. അവർക്ക് റേഷൻ അരിയുടെ ലോറി തൊഴിലാളികൾ നമ്മുടെ ഇറക്കുമതി കൂലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ. ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് അരി കിട്ടുന്നത്. ആ ലോറി വാടക ഞങ്ങൾ തോർത്ത് വിരിച്ച് പിരിവെടുത്ത് കൊടുക്കാൻ സാർ. സർക്കാർ പറയട്ടെ കേരളത്തില്. ഞാൻ പട്ടിണിയാണ് സാർ. ഞാൻ നാട്ടുരോഗിയാണ് സാർ. താങ്കളുടെ ഈ ശബ്ദം അധികാര കേന്ദ്രത്തിലുള്ളവർ കേൾക്കുന്നു എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഏതായാലും അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. പകുതിയോളം കാർഡുടമകൾക്ക് ജനുവരിയിലെ റേഷൻ കിട്ടിയിട്ടില്ല. 27 മുതൽ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉടമകൾ ഈ മാസത്തെ റേഷൻ നഷ്ടപ്പെട്ടേക്കാം എന്ന ആശങ്കയിൽ ആണ് എന്ന ബാലകൃഷ്ണന്റെ വാക്കുകൾ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കാണണം. പെട്ടെന്ന് ഇത്തരം സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് ലഭ്യമാക്കാനുള്ള നീക്കം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി റെജീന നമ്മുടെ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ കോമൺവെൽത്ത് ടൈൽസിനടുത്ത് താമസിക്കുന്ന റെജീനയല്ലേ? ശ്രീമതി റെജീന, ഇത് എവിടെ? നമ്മുടെ പൊതുവേദിയെ മറന്നുപോയത് ഞാൻ വിചാരിക്കുകയായിരുന്നു. സാർ ഞാൻ ഇത് ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പാലക്കാട് വഴി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവിടുത്തെ ആളുകളോട് ചോദിച്ചു, ഈ നമ്മുടെ റെജീന ഇവിടെ തിരക്കിലാകുന്നു. അപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി റെജീന നിൽക്കുന്നു, ഒപ്പം അവർ ഈ സ്ഥാനാർത്ഥിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അവർ മത്സരിച്ചാൽ ജയിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. കാരണം പൊതുവേദിയുടെ ഒരു പ്രേക്ഷക, ഒരു ജനപ്രതിനിധിയായി വന്നാൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയ ഒരു മുൻഗണന കിട്ടും എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കല്ലേ? അയ്യോ സാറ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല.
നമുക്ക് നേരായി നമുക്കിതിൽ ഇടപെട്ടാൽ നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ കളത്തിലിറങ്ങും. അപ്പൊ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അങ്ങനെയാണ് എന്നോട് ചില ആളുകൾ പറഞ്ഞത്. ഞാനിതെല്ലാം അന്വേഷിക്കുന്നുണ്ട്, അതാണ് അതിലെ കാര്യം. സാർ എന്നെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ന്യൂ ഇയറിന്റെ അന്ന് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയർ ഒക്കെ നമുക്ക് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ റിങ് ചെയ്യുന്നുണ്ട്, കോള് ഇവിടെ കണക്ട് ആവുന്നില്ല. ഏതായാലും ഇന്ന് കുറെ കാലത്തിന് ശേഷം കിട്ടിയല്ലോ, സന്തോഷം. കൊറേ ശ്രമിച്ചിട്ടാണ് സാർ ഇത് കിട്ടിയത്. ഇത് 4 മണിക്ക് എന്നതാണ്. അത് ശരി, വെരി ഗുഡ്. ഓരോ നമുക്ക് ഇടപെടണമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പ്രേക്ഷകർക്ക് ചോദിക്കുക എന്നുള്ള ഒരു ഇത് വെക്കുമ്പോ നമ്മള് അതിൽ നമുക്ക് ഇന്ന കാര്യത്തിൽ നമുക്ക് ഇടപെട്ട കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പോയി കയ്യിന്ന്. പോട്ടെ, സാരമില്ല. ഏതായാലും വിളിച്ചൊന്ന് കിട്ടിയല്ലോ. ഈ കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോ ഈ കോവിഡ് കാലത്ത് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ എന്താണ് ഇത് കൈവിട്ട് പോയോ ശ്രീമതി റെജീന? അല്ല സാർ, എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഏത് കാര്യങ്ങളായിക്കോട്ടെ, മൊബൈലായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യങ്ങളായാലും നമുക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണം, അത് നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കണം നല്ലതാണ്. സൂക്ഷിക്കണമെന്നല്ല, നമ്മുടെ കയ്യിൽ അത് നമുക്കുള്ളത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് നമ്മളെ ഓരോ അപകടത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. അത് തോന്നിയിട്ടില്ല സാറിന്? പരമാവധി ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് 4 മക്കളുണ്ട്. ഇല്ലല്ല, ഞാൻ എന്റെ മൂത്ത മോന് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് അവനിക്ക് ഞാൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇപ്പൊ ബാക്കി 3 ആള് ഞങ്ങൾ 5 പേര് ഒരു മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യണത്. അതെ. അപ്പൊ ഞാനിപ്പോ സ്കൂളുകള് PT എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ടീച്ചേഴ്സ് പറയും, റെജീന വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങള് ഓരോരുത്തരുടെ കയ്യിലായിരിക്കും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഫോണില്ല. ഇപ്പൊ എല്ലാവർക്കും റെജീനെ വിളിച്ചാൽ കിട്ടില്ല, ആ കുട്ടിക്ക് ഫോണില്ല എന്ന് പറയും ഇപ്പൊ. അയ്യോ, ഏതായാലും പക്ഷെ ഒരു പൊതുപ്രവർത്തക ആയാൽ വിളിച്ചാൽ കിട്ടുന്ന തരത്തിൽ ഫോൺ അല്ല സാർ, അല്ല നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും പറ്റാഞ്ഞിട്ടല്ല, നമ്മൾ അമിതമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരെന്തൊക്കെയാണ് ഈ മൊബൈലിൽ നോക്കിയിട്ടുള്ളത്. എനിക്കും ഇതിൽ പ്രത്യേകിച്ച് ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. അതൊരു തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ്. അതാ ഞാൻ പറയുന്നത്, ബുദ്ധി ഉപയോഗിക്കണം, ഇതില് നമ്മൾ ഒരു നിയന്ത്രണവും വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കടിഞ്ഞാണിടാൻ പറ്റും. വ്യക്തമാണ്. ഏതായാലും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദീർഘകാലത്തിന് ശേഷം പൊതുവേദിയിൽ വിളിക്കാൻ കഴിഞ്ഞതിലും പിന്നെ ന്യൂ ഇയറിനും ഒക്കെ ആശംസിച്ചതിനും ഒക്കെ നല്ലത്. സ്പോർട്സ് ഗുരു പറയുന്നു, നമസ്കാരം മനുബായ്. നമസ്കാരം സ്പോർട്സ് ഗുരു. +2 വരെ സ്കൂളിൽ ഫോൺ നിയന്ത്രണം വേണം, രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ നോക്കുന്നു. അതേസമയം ഗോളാന്തരം പറയുന്നത് സ്ത്രീകൾ പൊതുവേദിയിൽ വിളിക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ് എന്നാണ്. ശ്രീ ഗോളാന്തരം, ഞാൻ ഈ റെജീനയെ പറ്റി അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടോ എനിക്ക് നേരിട്ട് പരിചയപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ അവിടെ വലിയ ജനസമ്മതയായ ഒരു പൊതുപ്രവർത്തകയാണ്. അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ അവരെ വലിയ തോതിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്നത്. അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കാനും ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്. പെട്ടെന്ന് മടങ്ങി വരാം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കൊല്ലം സ്വദേശിയായ വ്യവസായി 4 മാസം മുൻപ് നൽകിയ പരാതിയിൽ നടപടി. പാട്ടത്തിനെടുത്ത ഭൂമി പോക്കുവരവ് നടത്തി സ്വന്തം പേരിലേക്ക് മാറ്റി തട്ടിയെടുത്തുവെന്ന് പരാതി. പാലക്കാട് CPM ജില്ലാ സമ്മേളനം തുടരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനത്തിൽ. വിവാദ വിഷയങ്ങൾ ചർച്ചയാകും. കോവിഡ് കാലത്ത് നടന്നത് തീവെട്ടിക്കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രിയും വൻ അഴിമതിയാണ് കാണിച്ചത്. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമായിരുന്നു LDF-ന്റേത്. PPE കിറ്റിലും ജനങ്ങളെ സഹായിക്കാനെന്ന വ്യാജേനയും നടന്നത് വലിയ കൊള്ളയെന്നും ചെന്നിത്തല.
കണ്ണൂർ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണയ്ക്ക് തുടക്കം. വിചാരണ നടപടികൾ തലശ്ശേരി കോടതിയിൽ. 2010 മെയ് 28-ന് 2 RSS പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും 2-4 പ്രതികൾ. കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്ന് മാർ ജോസഫ് പാംബ്ലാനി. വിമതരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ സഭ അനുകൂല സംഘടനകളുമായി മെത്രാപ്പൊലീത്തർ വികാരി ചർച്ച നടത്തും. സിനഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ. സഭ അനുകൂല സംഘടനാ പ്രതിനിധികളുടെ ആവശ്യങ്ങളും പരിഗണിക്കും. കത്തോലിക്ക കോൺഗ്രസുമായി മെത്രാപ്പൊലീത്തൻ പൊതുവേദി തുടരുന്നു. സന്തോഷ് കുമാർ എന്നൊരു പ്രേക്ഷകൻ എന്നെ അനുമോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ അനുമോദനങ്ങൾക്ക് വശംവദനാകുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ വിളിക്കാറില്ല, എന്നാലും കാണാറുണ്ട്, സാറിൻ്റെ അവതരണത്തെ എല്ലായ്പ്പോഴും കാണാറുണ്ട് എന്ന് പറയുന്നു. സന്തോഷ് കുമാറിനും എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും. അടുത്ത ഒരു പ്രേക്ഷകൻ അനിൽകുമാറാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ ശ്രീ അനിൽകുമാർ? ആണ് സാർ. എന്ത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? സയൻസ് ആണോ? അല്ല സാർ, ഞാൻ ആർട്ട് എഡ്യൂക്കേഷന്റെ ആണ്. ആർട്ടാണ്. ഈ കുട്ടികൾ ലേശം മൊബൈൽ ഫോൺ കണ്ടാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശ്രീ അനിൽകുമാർ? സാറേ, ഇതിനകത്ത് നമ്മളെ കോവിഡ് വന്നതിന് ശേഷം ഇത് കുട്ടികൾക്ക് ഇപ്പൊ ആദ്യകാലങ്ങളിൽ ഇത് പേടിയായിരുന്നു. അധ്യാപക മുമ്പിൽ ഇത് ഉണ്ടെന്ന് പറയാനോ ഇതൊക്കെ. ഇപ്പൊ പിള്ളേർ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റും, ആ അവസ്ഥയിലോട്ട് ആയിപ്പോയി. മൊബൈൽ ഫോണിന്റെ ഉപയോഗം എങ്ങനെ വേണമെന്ന് അവരാണ് പറഞ്ഞു തരുന്നത്, അല്ലേ? അവർ ആ രീതിയിലായിപ്പോയി. രണ്ടാമത്തെ കേസ്, നമ്മളൊരു ടൂർ പോലുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാലേ ഇവര് ഈ ലക്ഷങ്ങളുടെ മൊബൈലും രക്ഷാകർത്താക്കൾ പിള്ളേരെ കൊടുത്തു വിടുന്ന ലക്ഷങ്ങളുടെ വിലയുള്ള മൊബൈലുകളാണ്. ഈ ശ്രീ അനിൽകുമാറിന്റെ സ്കൂളിൽ PTA ഒന്നും ഇല്ലേ? അവരൊക്കെ എന്താ പറയുന്നത്? നമ്മുടെ സ്കൂളല്ലേ സാർ, ഞാൻ മൊത്തത്തിൽ പറയാം. നമ്മുടെ സ്കൂളിന്റെ വെച്ചല്ല, മൊത്തത്തിലുള്ള അനുഭവം വെച്ചുള്ള കാര്യങ്ങളായി പറയുന്നത്. അത് ശരി. അതായത് നമുക്ക് ഇത് കുട്ടികൾക്കല്ലത്, ഇതിലെ മയക്കുമരുന്ന് പോലെ ഇത് കുട്ടികൾ അടിമപ്പെട്ടിരിക്കുകയാണ്. ഇത് രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രത്യേകിച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഒരു പരിധി വരെങ്കിലും നമുക്കിത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മള് സ്കൂളുകളിൽ വരുമ്പോൾ സ്കൂളുകളിൽ കുട്ടികളെ നമ്മൾ മൊബൈല് നമ്മൾ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവര് പക്ഷെ ട്യൂഷൻ വിട്ടു പോകുമ്പോ ഇവരുടെ കയ്യിൽ മൊബൈൽ വരുന്നുണ്ട്. സ്കൂളിൽ വരുമ്പോൾ കാണത്തില്ല, പക്ഷെ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന കുട്ടികളുടെ മൊബൈലുണ്ട്. അതിപ്പോ രക്ഷാകർത്താക്കൾ കുട്ടികളെ ലേറ്റ് ആവുന്നുണ്ട് വിളിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും, അല്ലേ? അതിങ്ങനെ ഒത്തിരി വിഷയമുണ്ട്. നമ്മൾ വിചാരിച്ചാലും സാറുമാർ ഒറ്റപ്പെട്ടു കുടുങ്ങിപ്പോ ഒറ്റപ്പെട്ടു. ഇത് നമ്മളൊരു വിഷയം വന്നാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. ഏതായാലും ഇതിലൊരു കൂട്ടായ പ്രയത്നം എല്ലാവരും കൂടി എടുത്താൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. രക്ഷാകർത്താക്കൾക്ക് മാത്രം ഇതിനെപ്പറ്റിയുള്ളൊരു ബോധം അല്ലെങ്കിൽ ക്ലാസ്സുകൾ. ഞാൻ പറയുന്നത് അനിൽകുമാർ, സ്കൂളുകളിലൊക്കെ രക്ഷാകർത്താക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കണം, അല്ലേ? നിർബന്ധമായിട്ട് വേണം, നിർബന്ധമായിട്ട്. അതാണ്. വെരി ഗുഡ്. ഇത് മയക്കുമരുന്നിനേക്കായും അപകടമാണ്. ശരി. ഏതായാലും വളരെ വ്യക്തമാണ്. അനിൽകുമാർ ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. AJM പറയുന്നത് പാലയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ ക്രൂരമായി പീഡിപ്പിച്ച് റാഗ് ചെയ്തു, സ്കൂൾ വാർത്ത മുക്കി എന്നാണ്. ശ്രീ AJM, അത് ഏത് ക്ലാസ്സാണ് എന്താണെന്നുള്ള വിവരങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ കൈമാറണം. കാരണം കുട്ടികളെ റാഗിങ് ചെയ്താൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത്, ആ കുഞ്ഞിലുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ എവിടുന്നെങ്കിലും അറിയുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം. ഞങ്ങളെ അറിയിച്ച് ഞങ്ങളും അത് ഏത് സ്കൂളാണെന്ന് നോക്കിയാൽ നമുക്കത് ഇത് ചെയ്യാം. വാർത്ത മുക്കുന്നതൊക്കെ ചിലപ്പോൾ സ്കൂൾ അവരുടെ പേരും പ്രശസ്തിയൊക്കെ ഉയർത്തി നിർത്താൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ വാർത്തകൾ മുങ്ങിയതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, അത് കൂടുന്നേ ഉള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും വേണം. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ എന്നെ വല്ലാതെ പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ന്യൂസ് 8-ന്റെ കമൻറ്റ് ബോക്സിൽ നേരത്തെ സാധാരണ കമൻറ്റുകളൊന്നും വരാറില്ല, താങ്കൾ വന്നതിന് ശേഷം കമൻറ്റിൻ്റെ കളിയാണ്, ചാനലിൻ്റെ റേറ്റിംഗും കൂടി എന്നാണ് പറയുന്നത്. ജയകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ ഇങ്ങനെ പൂഴ്ത്തുന്നതിൽ ഞാൻ വീണു പോകുന്ന ഒരാളാണ്. അങ്ങേയറ്റം സന്തോഷം. ജയകുമാറിൻ്റെ പ്രതികരണങ്ങൾ അത് കേൾക്കുന്നു. ജമീല ഇൻക എന്ന് പറയുന്നു, സ്വപ്ന സാമുവലിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. സ്വപ്ന സാമുവലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ വേണമെങ്കിൽ അവർ സ്വന്തം ഫോൺ ഉണ്ടാക്കാൻ കഴിവുള്ളവർ വരെയാണ്. അത് ശരിയാണ്. കാരണം പല ആളുകൾ, ഞാൻ കണ്ണൂരിലൊരു കുട്ടി സ്വന്തം ഉമ്മയെ സഹായിക്കാൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയ കഥ ഒരിക്കൽ വാർത്ത ചെയ്യാനായി പോയിരുന്നു. അപ്പോൾ കുഞ്ഞ് മോൻ ഉമ്മ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഉമ്മയെ സഹായിക്കാൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് ഒരു വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. പക്ഷേ അതെല്ലാം അവർ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാകണം. അടുത്ത കോളർ നമുക്ക് ചേരുന്നത് മണികണ്ഠൻ പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു മണികണ്ഠൻ്റെ ഫോൺ എന്തോ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. യെസ്. ഒപ്പം സ്വപ്ന പറയുന്നത്
പ്രദീപ് പറയുന്നു, ഞാൻ ജയകുമാർ മറ്റുള്ളവർ വിളിക്കട്ടെ, നമുക്ക് അവർക്കും ഒരു അവസരം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതാണ് എല്ലാവർക്കും അവസരം കൊടുക്കുക എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡേവിഡ് വിജയ് എന്ന നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട്. അദ്ദേഹത്തെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യ ഒട്ടുക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് താങ്കൾ ജനിച്ചത്. ഇന്ന് പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ ഈ പഴയ രീതി കുട്ടികൾ അവലംബിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ ശ്രീ ഡേവിഡ് വിജയ്? രീതിയല്ല, അതിന്റെ ഹാംഫുൾ എഫക്ട്സ് ഭയങ്കരമാണ്. ബ്രെയിൻ ട്യൂമർ ആയിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളെ കണ്ടമാനം അഡ്മിറ്റ് ചെയ്തിട്ട് കുറച്ചു ദിവസം മുമ്പ് ഒരു MP കാണിച്ചു കൊടുത്തു. ക്യാൻസർ റീജിയണൽ RCC ട്രിവാൻഡ്രത്തിലെ ഡോക്ടർ ഇവർക്കൊരു തോക്ക് കൊടുക്കുകയായിരുന്നു നല്ലതെന്ന്. എന്നുവെച്ചാൽ ഇത് അധ്യാപകനും ഭീഷണിപ്പെടുത്തിയ പ്രായത്തിലുള്ള പയ്യനല്ല, കുഞ്ഞു കുട്ടികൾക്ക് കൈ കൊടുത്തിട്ട് അത് ബ്രെയിൻ ട്യൂമർ വർദ്ധിക്കുന്നു എന്നുള്ളത്. ഞാൻ മൊബൈൽ ഫോണുള്ള കാലഘട്ടത്തിലല്ല ജനിച്ചതെന്ന് മനു പറഞ്ഞല്ലോ. എന്റെ മകളും അല്ല. അത് എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എന്നെ കൊണ്ടൊരു ചെറിയ ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റിയത്. അത് വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം, അങ്ങോട്ട് വിളിക്കാൻ മാത്രം പറ്റുന്നത് ചെറിയത്. അത് കഴിഞ്ഞിട്ട് അതും പലരും അന്നത്തെ സാമ്പത്തിക സ്ഥിതി അത്രേ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു മൾട്ടിനാഷണൽ എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് കൽക്കട്ടയിലിരിക്കുമ്പോൾ ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം ഞാൻ എന്റെ ഗ്യാരണ്ടിയിൽ മേടിച്ചത്. കാരണം ഇന്ന് ഈ ഇന്റർവ്യൂ ഒക്കെ അതിലാണല്ലോ നടക്കുന്നത്. ഇപ്പൊ എനിക്ക് കൊച്ചുമോളുണ്ട്, മകളുടെ കൊച്ച്. അത് ആ കൊറോണ കാലത്ത് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പഴയ ലാപ്ടോപ്പ് ഇപ്പൊ അവര് വളരെ സമ്പന്നതയല്ല ജീവിക്കുന്നതിന്റെ സണ്ണിലും ഒക്കെ. അത് പഠിക്കുന്ന കോകിലാബൻ അംബാനി സ്കൂൾ ജാംനഗറിലാണ്, അവരുടെ അമ്മയുടെ പേരിലുള്ള സ്കൂളാണ്, വലിയ ഇതൊക്കെയാണ്. അപ്പൊ ആ കൊറോണ കാലത്ത് ഇതിന്റെ അകത്ത് വെച്ചിട്ടാ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. എന്താണ് ആ സ്കൂളിൽ നിന്നുള്ള ഇതുകള്. അതും കുഞ്ഞു ക്ലാസ്സോ, കുറച്ച് അത് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. ഇത്രയും കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് ഇത്ര സ്ട്രെയിൻ കൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ്. ആ കൊച്ചു ഇപ്പൊ അതുപോലെ തന്നെയല്ലേ ഇവിടെ കേരളത്തിൽ ഞാൻ കണ്ടതാണ് TV കുറെ പേര് വയനാട്ടിൽ മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരുന്നെന്ന് റേഞ്ച് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് സംശയമാണ്, സ്കൂളിൽ നിന്നുള്ളത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ചെറിയ നെസസറി ഇവിൾ എന്ന് പറയാം, ഒരു ഇവിൾ ബട്ട് ഇറ്റ് ഈസ് നെസസറി എന്നുള്ളൊരു ചെറിയ ഇത് വന്നു. ഇനി അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഡിസാസ്ട്രസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. ചക്രവ്യൂഹത്തിനകത്ത് അകപ്പെട്ട അഭിമന്യുക്കളായി പോയി നമ്മുടെ കുട്ടികൾ അല്ലേ? കുട്ടികൾ. യെസ്, വളരെ വ്യക്തമാണ്. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഈ എല്ലാവരും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് എന്ന് പറയുകയാണ്. കുട്ടികൾ പക്ഷേ ഇത് കേൾക്കില്ല. കുട്ടികളുള്ളവർക്കറിയാം, അവരത് സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? നമസ്കാരം. നമസ്കാരം. ഈ വിഷയമായതുകൊണ്ട് ഞാൻ ഒരു കണക്കിനാണ് വിളിക്കാൻ പറ്റിയത്. കാരണം നമ്മുടെ പേരക്കുട്ടിന്ന് പോയിട്ടില്ലോ ക്ലാസ്സിൽ, അവന്റെ കാലിൽ ചെറിയൊരു എന്തോ കൊണ്ടുപോകുന്നു. അത് ശരി, എന്ത് പറ്റിയേ? അദ്ദേഹത്തിന്റെ അതെ കടന്നലിന്റെ ഒരു ശരി താഴെ കിടന്നു ചവിട്ടിയതാണ്. അത് ശരി. അപ്പൊ അതിപ്പോ ഈ ഫോണൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പെട്ടപാട് കുറച്ചൊന്നുമല്ലോ. കുഞ്ഞുമോൻ ഫോൺ തരുന്നില്ല അല്ലേ? 4 മണി വരെ അവൻ എന്നെ പിടിച്ചു നിർത്തി. പൊതുവെ വിളിക്കാണ്ട് ഞാൻ തന്നുള്ളത്. അത് കഴിഞ്ഞപ്പം അവനെ കണ്ടില്ല, പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളഞ്ഞു. ഏതായാലും നന്നായി, നമുക്ക് ഫോൺ കിട്ടിയല്ലോ. അത് നല്ലൊരു ചെലവ് ചെയ്യാന്ന് പറഞ്ഞാണ് മേടിച്ചെടുത്ത്. അത് നിങ്ങൾ തന്നെ. ശരി, ഞാൻ പറഞ്ഞു നമ്മുടെ മനുമാമനോട് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം നിങ്ങള് ഇങ്ങനെ വെച്ച് എല്ലാരും കൂടെ കാണണമെന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞപ്പോഴത്തെ ഗെയിം കളി, അത് ചില ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. കാരണം ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, വെടിവെപ്പും കൊലപാതകവും അക്രമവുമായിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ട്. ഒരു അപകടം സംഭവിച്ചെന്ന് നമുക്കിപ്പോഴും ഈ ഫോൺ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യാനുള്ള വശമില്ല. കുട്ടികൾക്ക് ഇത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യും. നമുക്ക് പലതും അറിയില്ല, അതിൽ ആപ്ലിക്കേഷൻസ് പലതും അറിയില്ല, കുട്ടികൾക്ക് അതൊക്കെ അറിയാം. ഇങ്ങനെ ഒരു ആപ്പാകുമെന്ന് നമ്മളും കരുതിയില്ല ഈ ഫോണ്. ഏതായാലും വല്ലാത്ത ആപ്പാണ്. കാരണം അവർക്കറിയാത്തൊന്നുമില്ല, അവർ ഏത് വേണേലും പൊക്കിയെടുക്കും. നമ്മളിതൊക്കെ കണ്ട് നിസ്സഹായിരിക്കാനേ പറ്റത്തുള്ളൂ. എന്റെ സജഷൻ കൂടെ പറയാം. കാരണം ഇതിനകത്ത് എന്റെ കുട്ടിക്ക് തോന്നുന്നതാണ് ഓരോ ഫോണും ഈ പിന്നെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണുകളും അവരവർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു സിസ്റ്റം വരണം. മനസ്സിലായി. അതിന് അങ്ങനെ സാങ്കേതിക നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം അല്ലേ? എന്റെ ഫോൺ എനിക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റാവുള്ളൂ.
അങ്ങനെ ഒരു പിന്നെ ഫോണും നമ്മളും തമ്മിലുള്ള ഇത് ഉണ്ടായിരിക്കണം. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കാൻ നമ്മുടെ സമയം അതിക്രമിക്കുകയും ചെയ്താൽ ഏതായാലും പൊതുവേദിയിലേക്ക് വിളിക്കാൻ ഫോൺ വിട്ടുകൊടുത്ത ആ കുഞ്ഞുമോനോട് ഞങ്ങളുടെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പിയാണ് ചേരുന്നത്. സൂപ്പി, ഈ വയനാട്ടിൽ പല ആളുകൾക്കും കോവിഡ് സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. അത് വാങ്ങിച്ചു കിട്ടാത്ത കുട്ടികൾ പ്രയാസപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാർത്തകളിൽ ധാരാളം നമ്മൾ കണ്ടു. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ വേറെ സ്ഥലത്തു നിന്ന് വരുന്നു. ഈ സൂപ്പി എന്താണ് പറയുന്നത്? കുട്ടികൾ കുറച്ച് ഫോൺ ഉപയോഗിച്ചിട്ട് എന്ന് പറയുന്നതിനോട് സൂപ്പിക്ക് എന്താണ് ഒരു നിലപാട്? നമസ്കാരം. ഞാൻ സാധാ ഫോണാണ് ഉപയോഗിക്കുന്നത് സാർ. അപ്പൊ കുട്ടികൾ സാധാ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്നാണോ? ഞാൻ സാധാ ഫോൺ എന്ന് വെച്ചാൽ സാധാ ഫോൺ വാട്സപ്പ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. ഒരുപാട് കാലങ്ങളായി ഉപയോഗിക്കുന്നു. ഞാൻ ന്യൂസ് സൈറ്റിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പശ്ചിമ ബംഗാളിൽ ഫസ്റ്റിൽ മമതാ ബാനർജി അധികാരത്തിൽ മുന്നേ വിളിക്കുന്നത്. ഇപ്പൊ 10-15 കൊല്ലമായിട്ടുണ്ടാവും ന്യൂസ് സൈറ്റുമായിട്ട് ബന്ധം, സാറുമായിട്ട് ബന്ധം. പിന്നെ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഈ വലിയ ഫോണ് നിരോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്തിനാ പിന്നെ വലിയ വലിയ ഫോണൊക്കെ? കാരണം സാധാരണക്കാരനക്ക് ഉപയോഗിക്കാനില്ല. ഈ വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ വലിയ വില പിടിച്ച ഫോൺ മേടിക്കുക. നമ്മളിപ്പോ സ്കൂളിലൊക്കെ യൂണിഫോം ആവുന്നില്ലേ, അതുപോലെ ഫോണുകൾ ഒരു നിയന്ത്രണം വേണം. എന്നാൽ കുട്ടികൾക്ക് എന്തോ കൃത്യമാണ്, മനസ്സിലായി എനിക്ക്. കുട്ടികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ആപ്ലിക്കേഷനുള്ളൊരു ഫോൺ, ചൈൽഡ് ഫോൺ ഇറക്കുക എന്നുള്ളത് ചിലപ്പോൾ നല്ലതായിരിക്കും. അതിൽ ഇങ്ങനത്തെ വൃത്തികെട്ട സൈറ്റ്സിലേക്ക് പോകാതിരിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നു അല്ലേ? അത് ഒരു നല്ലൊരു ആശയമാണ്. നമുക്ക് ഏതായാലും ഇവർ ഫോൺ എടുത്തു പോയി, ഇനിയിപ്പോൾ അവരെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഷാജി പറയുന്നു പിള്ളേർ കരയാതിരിക്കാൻ ഫോൺ ഗെയിം വെച്ച് കൊടുക്കും അമ്മമാരെന്ന്. അപ്പോൾ ഈ അമ്മമാരുടെ കാര്യം വലിയ പ്രയാസമാണ്. കാരണം 100,000 ജോലി വീട്ടിലുണ്ടാവും, പിന്നെ ഓഫീസിൽ പോകണം, അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ പിന്നെ ഈ കുട്ടികളെ പെട്ടെന്ന് വശീകരിക്കാനുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായി ഫോൺ കൊടുക്കുന്നവരും ഉണ്ട്. അവരെയൊക്കെ എനിക്കും അറിയാം. ജയകുമാർ ചോദിക്കുന്നത് രഘുനന്ദനൻ്റെ ഭാര്യ എങ്ങനെ ആണ് മരിച്ചതെന്ന്, അവർക്ക് എത്ര പ്രായമായെന്നും ചോദിക്കുന്നു. അത് ഏതായാലും അടുത്ത ദിവസം രഘുനന്ദൻ വിളിക്കുമ്പോൾ നമുക്ക് ആ പ്രായത്തെക്കുറിച്ചൊക്കെ പറയാം. അദ്ദേഹം മെസ്സേജായിട്ടാണ് നമുക്ക് അയച്ചത്. ആ ദുഃഖവാർത്തയിൽ നമ്മളെല്ലാവരും പൊതുവേദി ഒരു കുടുംബം എന്ന നിലയിൽ അദ്ദേഹത്തോട് ഒപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജോസഫ് വിളിക്കുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പിന്നെ വെരി ലൗഡ് ആൻഡ് ക്ലിയർ. ഞാൻ നമസ്കാരം എന്ന് പറയുന്ന ആളാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നത് അതാത് കാലത്തിന്റെ പ്രത്യേകതകൾ. ഞാൻ ജോലിയിൽ കയറുന്ന സമയത്ത് ആർട്ടി മെസ്സേജും വൈറസ് മെസ്സേജ്, അതുപോലെ തന്നെ ട്രങ്ക് കോള്, അതുപോലെ എന്താണ് STD, അങ്ങനെ ഇമ്പോർട്ടന്റ് കോൾ, അതൊക്കെയായിരുന്നു കമ്മ്യൂണിക്കേഷനെ പറ്റിയിരുന്ന കാര്യങ്ങൾ. ഇന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയാണ്. ഇമെയിൽ ചെയ്യാം, ഇത്ര എളുപ്പമുള്ള കാര്യങ്ങൾ. മാത്രമല്ല അന്ന് വെറും ടൈപ്പ് റൈറ്ററാണ്. ഇന്ന് കമ്പ്യൂട്ടറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതിയല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവരും ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമുക്ക് 5 വയസ്സോ കുട്ടികളെ ഒരു മൊബൈലുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് നോക്കിയില്ല. അതേസമയം ഏറ്റാനാണെങ്കിൽ ഉമ്മഞ്ഞാണ്ടിക്കുന്നതില്ല, ജയനന്നില്ല, മഹാഗായിക ജയനന്നില്ല. പണ്ട് നമ്മൾ കത്തുകൾ അയക്കുമായിരുന്നു, പോസ്റ്റ്മാനെ കാത്തു നിൽക്കുമായിരുന്നു. ഇന്ന് പോസ്റ്റ്മാനെ കാണാനില്ല അല്ലേ? KSEBയിൽ വർക്ക് ചെയ്ത് എന്റെ ഒരു കസിൻ ഉണ്ട്. അദ്ദേഹത്തിന് ഒന്നുള്ളത് നമ്മൾ നാക്കി പരിപാടി അറിയില്ല, ആളാണ് അവിടെ. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾക്ക് പഠിക്കുന്ന കാലത്ത് ലാബ് മറ്റെന്താണ് കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് റിവ്യൂ, PSC ബുള്ളറ്റ് അതൊക്കെ വാങ്ങണം. അതുപോലെ എംപ്ലോയ്മെന്റ് ന്യൂസ് നോക്കണം, പെട്ടുകടകൾ മുമ്പിൽ നോക്കും, അങ്ങനെ അപ്ലിക്കേഷൻ പഠിക്കും. പിന്നെ നമുക്ക് വിംബിൾഡൺ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ എഴുതി വെക്കും. കോമ്പറ്റീഷൻ സക്സസ് എന്നൊരു പുസ്തകം കണ്ടിട്ട് കാലം എത്രയായി ഇല്ലേ? അതാണ് ഇന്നെല്ലാം കുട്ടികൾക്ക് കഴിഞ്ഞ 10 വർഷം വിംബിൾഡൺ ചാമ്പ്യന്മാരെ ഒറ്റ അടുക്കി കിട്ടും. അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ എനിക്കിപ്പോ ഇത് വലിയ അനുഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ ആക്ടിനെ പറ്റിയിട്ട് ഒരു കൊല്ലം 5 മാസമായിട്ട് ഞാൻ കിടപ്പാണ്. അപ്പൊ എനിക്കിത് വലിയ ആശ്വാസമാണ്. എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ വാട്സപ്പിൽ 5 സുഹൃത്തുക്കൾ 5 പേര് മാത്രമേ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്നെല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അപ്പൊ ഞങ്ങളിപ്പോ മറ്റേ പെൻഷൻ ഗ്രൂപ്പിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മറ്റെന്ത് ബുദ്ധിമുട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻസ്. ഗ്രൂപ്പുണ്ടായിരുന്നു, ERC എടുത്ത് പോകുന്ന ആളാണ്. AC ആവേണ്ടതായിരുന്നു കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോ പെൻഷൻ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് സുപ്രീം കോടതി അതിന്റെ കേസ് ഞാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വാക്കി വെച്ചിട്ടുള്ളതാണ്. LLB കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യം. ഞാൻ ഗിവ് ആൻഡ് ടേക്ക് പോളിസിക്കാരനാണ്. അറിയുന്നത് മറ്റുള്ളവരെ അറിയിക്കുക, മറ്റൊരു അറിവ് സ്വീകരിക്കുക. ആരും വലിയവരും ചെറിയ ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് വാട്സപ്പ്. അതിന്റെ പേരിൽ ഇപ്പൊ ബ്രെയിൻ ട്യൂമർ വരും എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും ചെയ്ത് ശ്രീ ജോസഫ് ഒരു വലിയ ഒരു പോരാളിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കും. തോമസ് നമ്മുടെ KC നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് പഴയ കളി
തിരിച്ചു കൊണ്ടുവരണം, തൊടിയിലേക്ക് കുട്ടികൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ്. തോമസ്, നമ്മൾ ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ തൊടി എന്ന് പറയുന്ന നമ്മുടെ കോമ്പൗണ്ടിന് അകത്തൊക്കെ നല്ലോണം കളിച്ച് ഒക്കെ നടന്നവരാണ്. ഇന്നിപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളായി, വീടുകൾ ചെറുതാണ്, പലതരം ഫ്ലാറ്റിലാണ്, കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ല. അപ്പോൾ തൊടിയുള്ള കുട്ടികളൊക്കെ അതിലൂടെ ഓടിക്കളിക്കുകയും കിണർ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അന്നത്തെ കാലത്ത് കിണർ പോലെയല്ല, ഇന്നെല്ലാം ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ സംവിധാനങ്ങളുമാണ്. ഇതിൻ്റെ അടുത്ത പ്രേക്ഷകൻ ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, കേൾക്കാമോ? കേൾക്കാം സർ. ചന്ദ്രൻ നായർ വളരെയധികം ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ, അല്ലേ? അതെ സർ. അപ്പോൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ പാടുമോ? സാർ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ പോലും കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായി നിർഭാഗ്യവശാൽ. പക്ഷെ അത് കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവരിൽ നിന്ന് ഇത് മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ട് രക്ഷകർത്താക്കൾ തന്നെ സാർ ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം സാർ. അത് കൂടാതെ തന്നെ ഇന്നലെ ഒരു ദുഃഖവാർത്തയായിരുന്നു, ഇന്നൊരു സന്തോഷ വാർത്ത ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. സന്തോഷ വാർത്തയുണ്ടോ? പറയൂ. ഉണ്ട് സാർ. സാർ, തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് കായിക കലാ പരിപാടികൾ വച്ചിരുന്നു. അതിനകത്ത് മുതിർന്ന പൗരന്മാരെന്നുള്ള രീതിയിൽ 71 വയസ്സുകാരനെ ഞാൻ എന്താന്ന് വെച്ചാൽ 2000 മീറ്ററിൽ നടന്നു 1ാം സ്ഥാനം നമ്മുടെ നഗരസഭയുടെ പിതാവ് എന്നുള്ള രീതിയിൽ മേയറിൽ നിന്ന് സ്വീകരിച്ചു. വെരി ഗുഡ്. 2000 മീറ്റർ 2000 മീറ്റർ 15 മിനിറ്റും ഉണ്ട്. 71 വയസ്സുള്ള 15.15 സെക്കൻഡ് 2000 മീറ്റർ. അത് കൂടാതെ തന്നെ അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 200 മീറ്റർ ഓടി അതിനകത്ത് 3rd പ്രൈസ് ഉണ്ട്. അത് നഗരസഭയുടെ മേയറിൽ നിന്ന് സ്വീകരിക്കാൻ ഇടയായി. ഞാനിത് പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല സാർ, നമ്മളുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിലൊക്കെ നമുക്കിപ്പോ എന്ന് വെച്ചാൽ ന്യൂസ് 18 എന്ന് വെച്ചാൽ പൊതുവേദിയിൽ ഒരുപാട് മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി ലെവലിലും വരുന്ന സമയത്ത് അവർ മാറി നിൽക്കാതെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ യെസ്, വെരി ഗുഡ്. താങ്കൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. 2000 മീറ്റർ എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ആണ് 15 മിനിറ്റ് കൊണ്ട് 15 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കുന്നത്. അത് 71ാമത്തെ വയസ്സിലാണ്. ദിസ് ഈസ് ദ റീസൺ ടു സെലിബ്രേറ്റ്. വളരെ സന്തോഷം. പൊതുവേദിയിൽ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുന്ന പ്രേക്ഷകർ ഇങ്ങനെ ഉണ്ട്. അതാണ് നമ്മളെ ഒരു കുടുംബമായി നിലനിർത്തുകയും ചെയ്യുന്നത്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദീപു ആണ്. ദീപു, കേൾക്കാമോ? ഈ കുട്ടികൾ നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ഇപ്പോൾ അവർ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി. ഒരു കൂട്ടായ പ്രയത്നം വേണം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും ഇനി നമുക്ക് നിരോധിക്കാൻ കഴിയുമോ ശ്രീ ദീപു, സ്കൂളുകളിൽ ഫോൺ? ആദ്യമായിട്ട് നമ്മുടെ കുടുംബാംഗമായ ചന്ദ്രൻ നായർ സാറ് ഈ മത്സരത്തില് 2000 കിലോമീറ്റർ മത്സരം 2000 മീറ്റർ 15 സെക്കൻഡ് കൊണ്ട് നേടിയതില് അതെ വലിയ സന്തോഷവും അഭിനന്ദനവും രേഖപ്പെടുത്തട്ടെ. പിന്നെ എന്തായാലും ഇന്നത്തെ എന്റെ വിളി മനു ഏതെങ്കിലും 3 പേര് കാതുകൂർപ്പിച്ചിരിപ്പുണ്ടായിരിക്കും എന്തൊക്കെ പറഞ്ഞു. ആളുകളെ ഇനി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന രീതി എപ്പോഴും എന്റെ ഭാഗത്തേക്ക് മനു, ഞാൻ വിശുദ്ധ പശുവൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ അഭിപ്രായം പറയുന്നത് എനിക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാമല്ലോ. അതറിയാം. അല്ല, അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാ പറയുന്നത്. അതായത് നമ്മള് ഇവിടെ ഒരു രാഷ്ട്രീയ അല്ലെ മറ്റേതെങ്കിലും ഒരു വിഷയം വരുമ്പോ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു. അതിന് മുമ്പ് സംസാരിച്ചവർ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ആ വസ്തുതാവിരുദ്ധത നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അതിന്റെ വസ്തുത എനിക്കറിയാമെങ്കിൽ ഞാൻ അത് പറയുന്നു. അത് പറയുന്നതിനോടൊപ്പം തന്നെ വ്യക്തിപരമായി മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിക്കുക. AKG സെന്ററിൽ പരിപ്പ് വട, ചായ, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. അതുപോലെ അറബിയുടെ ഒട്ടക മുതലാളി എന്ന് പറയുക. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള സംസാരം വരുമ്പോഴാണ് നമ്മൾ അതിന് മറുപടി പറയുക. ഈ പോത്തങ്കോടുള്ള വ്യക്തി പറഞ്ഞത് എന്താണ്? ദീപു കീബു എന്നാണ് ഇന്നലെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്. എനിക്ക് ഉണ്ണി വേറെയും പറയാമല്ലോ, എനിക്ക് പ്രാതോപ്പിച്ച് നമുക്കും പറയാനുള്ള മലയാള ഭാഷ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി അങ്ങോട്ട് സംസാരിക്കാതിരിക്കുക. അതുപോലെ രാഷ്ട്രീയത്തെ കൃത്യമായി പറയുക. വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് മറുത്തു പറയുന്നതിനൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും അത് പറയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവരോടൊക്കെ അതേ പറയാനുള്ളൂ. അത് ആ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനു, മൊബൈൽ ഫോൺ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റില്ല. ഇനി ഇതിനേക്കാളും വലുതാണ് AI വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത്. മനു സംസാരിക്കാത്ത കാര്യം മനു സംസാരിച്ച രീതിയിലാക്കാം എനിക്ക് ഇന്നത്തെ AI വെച്ചിട്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടത്? മൊബൈൽ എലി
പുലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന പരിപാടി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മള് നമ്മുടെ പാഠ്യ വിഷയങ്ങളിൽ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം എടുക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാം. എന്റെ മകൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തു. അവൾ യൂസ് ചെയ്യുന്ന വഴിക്ക് ആ കുട്ടി പ്രായത്തിൽ കാണാണ്ടാത്ത ഒരു വീഡിയോ കണ്ടു. അവളുടെ അമ്മയോട് പറയുന്നു. അമ്മ അതിനെപ്പറ്റി അപ്പൊ അവൾക്ക് വീണ്ടും കാണണം എന്ന് തോന്നി. അപ്പൊ നമ്മൾ ആ ഹിസ്റ്ററി എടുത്തപ്പോ വീണ്ടും കാണണം എന്ന് തോന്നി. അപ്പം എന്റെ അമ്മ, അതായത് എന്റെ വൈഫ്, ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി. ആ കാര്യം മനസ്സിലാക്കിയതോടുകൂടി അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പം എന്താണ് കാണേണ്ടത്, എന്താണ് കാണേണ്ടാത്തത്, ഇതെന്താണ്, ഇതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഭാവിയിൽ ഇപ്പൊ നമ്മുടെ ശ്രദ്ധ ഏതിൽ നിന്ന് വഴിമാറി പോകും. അതുപോലെ കുട്ടികളോട് കൂടുതൽ സംസാരിക്കുക. ഞാൻ നേരത്തെ ഇതുപോലെ ഒരു ചർച്ച പറഞ്ഞതാണ്. നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 45 മിനിറ്റ്സോളം അവരുടെ കൂടെ ചെലവഴിക്കുക എന്നുള്ളത്. അവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബോറടിച്ചാലും ഇല്ലെങ്കിലും കേൾക്കുക. ഈ കേട്ടിരിക്കുമ്പോൾ തന്നെ അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയും നമുക്ക് അവരുടെ അടുത്ത് കൃത്യമായ കാര്യങ്ങൾ പറയാം. വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, അവന്റെ കൂട്ടുകാരന്റെ മകൾ, പ്രായപൂർത്തിയാകാത്ത മകൾ, അവന്റെ ശരീരത്ത് ഒന്ന് ചേർന്ന് നിന്ന് സംസാരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ സ്വഭാവം വന്നു. അപ്പൊ ആ കുട്ടിയോട് തന്നെ അവന്റെ അച്ഛൻ ഇരിക്കുന്നത് തന്നെ ഈ കാര്യം മോളെ ഇങ്ങനെയല്ല, ബാഡ് ടച്ച് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ ഡിസ്കഷൻ എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു അവയർനെസ് പാരന്റ്സിനും സ്കൂളോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ വേണം. കാലം മുന്നോട്ട് പോവുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ഇല്ലം ചുടുന്ന രീതിയിലല്ല എടുക്കേണ്ടത്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും വളരെ കൃത്യമാണ് ദീപുവിന്റെ ആ ഒരു നിലപാട്. നമ്മൾ അതിന് കൂട്ടായ ഒരു പ്രയത്നമാണ്. അത് എങ്ങനെ നേരിടണം എന്നതിന് കൂട്ടായ ഒരു ബോധവൽക്കരണമാണ്. അനിൽ രാജ് പറയുന്നത് ഫോൺ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെന്നാണ്. ജയകുമാർ പറയുന്നത് ടെലിഗ്രാമിൽ തുടങ്ങി കമ്പ്യൂട്ടർ വരെ ധാരാളം സമയം ഞാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രദീപ് കുമാർ ദീപുവിന് ഒരു മറുപടി പറയുന്നത്, നിങ്ങൾ വിമർശിക്കുന്നതുകൊണ്ട് തെറ്റില്ല, മറ്റൊരാളുടെ പേരെടുത്ത് പറയാതെ ഇരുന്നാൽ മതി, പറഞ്ഞതുകൊണ്ടാണ് താൻ പറഞ്ഞത് എന്നാണ് പ്രദീപ് പറയുന്നത്. രാഷ്ട്രീയം പറയൂ, മറ്റുള്ളവരുടെ പേര് പറയാതിരിക്കൂ എന്നാണ് പ്രദീപ് കുമാർ ദീപുവിനോട് പറയുന്നത്. അതേസമയം ദീപുവിനെ പിന്താങ്ങി ഷിജി ഭാസ്കർ എത്തിയിരിക്കുന്നു. ദീപുവിൻ്റെ പ്രതികരണം വളരെ നന്നായി എന്ന് പറയുന്നു. ഷിജി ഭാസ്കർ ഒപ്പം തന്നെ നമ്മുടെ 2000 മീറ്റർ നടത്ത മത്സരത്തിൽ വിജയിച്ച ചന്ദ്രൻ ചേട്ടനെ അഭിനന്ദിക്കുന്നു. ചന്ദ്രൻ നായർ പൊളിച്ചു എന്ന് ഷാജിയും പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത, ശ്രീ ചന്ദ്രൻ നായരുടെ ഓട്ട മത്സരത്തിലെ 3rd പ്ലേസും നടത്ത മത്സരത്തിലെ 1ാം സ്ഥാനവുമാണ്. ഈ വിഷയം നമ്മൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു കേട്ടോ. രക്ഷിതാക്കളല്ലേ കുറ്റക്കാർ എന്ന ചോദ്യത്തിൽ 92% ആളുകൾ രക്ഷിതാക്കളാണ് കുറ്റക്കാർ എന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.